കടന്നു പോകാനായിട്ട് ഇടയായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുടെ ഉടമയാണ് അദ്ദേഹം ആ സമയത്ത് വൈകിട്ട് കടയെല്ലാം അടച്ച് അദ്ദേഹം ഈ മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് ഇടയായിട്ടുള്ളൂ. അപ്പോൾ ആ മീറ്റിംഗിൽ സംബന്ധിച്ച് അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് വൈകിയത്? ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എല്ലാ ദിവസവും കൃത്യസമയത്ത് കടയടച്ച് വീട്ടിൽ കൃത്യസമയത്ത് എത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ ആ മനുഷ്യൻ അന്ന് ലേറ്റായി, ചെല്ലുന്ന സമയത്തിലും അധികം താമസിച്ചു. വീട്ടിലുള്ളവർക്കൊക്കെ വലിയ ഭാരമായി. ചെന്നപ്പോൾ വളരെ ദുഃഖത്തോടു കൂടി അവർ ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? എന്തുകൊണ്ട് നീ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കട്ടി മാറ്റുവാനായിട്ട് പോയതായിരുന്നു എന്ന് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കട്ടി മാറ്റുവാനായിട്ട് പോയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, എന്ത് കട്ടിയാണ് നീ മാറ്റിയത്? ആ മനുഷ്യൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഇത്രയും നാളും ഞാൻ എൻ്റെ കടയിൽ വെച്ചിരുന്ന ത്രാസിന്റെ ആ സാധനങ്ങളൊക്കെ വെക്കുന്ന ത്രാസിനടിയിൽ ഒരു 50 ഗ്രാമിന്റെ കട്ടി ഞാൻ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു സന്ദേശം ഇന്ന് രാത്രിയിൽ ആ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി ആ കട്ടി നീ എടുത്ത് മാറ്റണം. നീ ചെയ്തുകൊണ്ടിരുന്ന ഒരു വഞ്ചനയാണ്. മേടിക്കുന്നയാൾക്ക് 1 കിലോ സാധനം മേടിച്ചാൽ കിട്ടുന്നത് എത്രയാ? 950 ഗ്രാമേ കിട്ടത്തുള്ളൂ. 50 ഗ്രാം എപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാൻ കേട്ട സന്ദേശം എന്നിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ആ കട്ടി മാറ്റുവാനായിട്ട് ഞാൻ പോയി, അതാണ് ഇത്ര ലേറ്റ് ആകുവാനായിട്ട് ഇടയാടുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ സന്ദേശത്തിന് നിങ്ങൾ സ്വാധീനിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന, മനുഷ്യ ഹൃദയങ്ങളെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നതായ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് വൃഥാവിലാകെയില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവ വചനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ നിന്നൊരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. അവർ എന്നെ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. മതി. ഈ വാക്യം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇതിൽ നിന്ന് സുവിശേഷ സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ, ചില പദങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കണം എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ വാക്യത്തിൽ വായിച്ചു കേട്ടത്? ഞാൻ ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ പറയുകയാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഇതെന്താണ് ഈ വാക്യം നൽകുന്ന ആശയം? ഇതൊരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ആരാണിത് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുക, 16-ാം അധ്യായം വായിക്കുന്നത്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ വാചകങ്ങളിൽ ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. എന്താ വായിച്ചു കേട്ടത്? തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ വരും. ആര് വരും? ആരാണ് അവൻ? നമുക്കറിയാം, പരിശുദ്ധാത്മാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ദൈവത്തിൽ മൂന്നാമത്തെ ആളത്വത്തെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വരും. എന്തിനാ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറയുക, ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഏറെ നാൾ ഉണ്ടാകുകയില്ല. ഞാൻ 33 തിരുവയസ്സ് വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. എന്റെ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടു. എന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. എന്നാൽ ഞാൻ പോകുകയാണ്. ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ സ്വർഗാരോഹണം ചെയ്യും. എന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ പോയാ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ അയക്കുവാൻ പോകുന്നു. ആരാണ് ആ കാര്യസ്ഥൻ?
പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ, നിങ്ങളെ വഴി നടത്തുവാൻ, സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുവാൻ ഒരു കാര്യസ്ഥൻ വരുവാനായിട്ട് പോകുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ കാര്യസ്ഥനെ കുറിച്ച് പറയുകയാണ്, അവൻ വന്ന് ചെയ്യുന്ന 3 കൂട്ടം കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ്? ഒരു ബോധവൽക്കരണ ക്ലാസ് അല്ലെ. ഇവിടെ പറയുകയാണ് 3 കൂട്ടം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബോധം വരുത്തും ഈ കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവായ ദൈവം ഈ ഭൂമിയിലേക്ക് വരുന്നത് 1 പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തുവാനാണ്. 2 പറയുകയാണ് നീതിയെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തുവാൻ ഈ കാര്യസ്ഥന് കഴിയും. 3 പറയുക ന്യായവിധി. ഈ 3 വിഷയങ്ങളിൽ നിങ്ങളെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരുവാനായിട്ട് പോകുന്നു. അതാണ് ഈ വാക്യത്തിന്റെ ആശയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ എത്ര മനോഹരമാണ് ഈ വാക്യം. സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തെ ബോധവൽക്കരിക്കാനായിട്ട് ഒരുക്കുന്ന ഒരു പദ്ധതി. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെയാണ് ബോധവൽക്കരിക്കുന്നത്? ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും. ഏതാ ഈ ലോകം? എന്താ ഈ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ലോകം എന്ന പദം എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ലോക മാനവരാശിയെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലോക മാനവരാശിയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ലോക മാനവരാശിക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന 3 മേഖലകൾ ഏതൊക്കെയാണ്? 1 പാപത്തെ കുറിച്ച് ബോധം മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കർത്താവ് പറയുകയാണ്. 2 നീതിയെ കുറിച്ച്, ദൈവിക നീതിയെ കുറിച്ചുള്ള ബോധം മനുഷ്യന് നഷ്ടമായി. 3 പറയുക പാപത്തിന്റെ മേൽ വരുവാനിരിക്കുന്ന ന്യായവിധി. ആ ന്യായവിധിയെ കുറിച്ചുള്ള ബോധം മനുഷ്യൻ നഷ്ടപ്പെട്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് മനുഷ്യൻ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ പോകും, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥൻ വരുവാനായിട്ട് പോകുകയാ നിങ്ങളെ ബോധം വരുത്തുവാൻ, പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ ഞാനിതാ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കാനായിട്ട് പോകുകയാണ്. ലോകത്തിന് ലോകത്തിന് ബോധം വരുത്തുവാൻ. ഞാനിത് വായിച്ചപ്പോ എന്റെ ഹൃദയത്തെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുകയാണ്, ഞാൻ ലോകത്തിന് ബോധം വരുത്തും. എന്താണ് ഇതിന്റെ ആശയം? നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അനേകം മതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ മതങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഓരോ വിഭാഗത്തെ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ച് അവർക്ക് പ്രത്യേക ദൈവങ്ങളായി അങ്ങനെ ഗ്രൂപ്പുകളായി തിരിഞ്ഞു പോകുന്നതായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ദൈവങ്ങളെ പരിശോധിച്ചാൽ ഓരോ മതവിഭാഗത്തിനും ഓരോ ദൈവം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ ദൈവമല്ല. പിന്നെയോ വായിക്കുകയാണ്, ദൈവം പറയുക, അവൻ വന്ന് ലോകത്തിന് ബോധം വരുത്തും. ലോക മാനവരാശിക്ക് വേണ്ടിയുള്ള ഒരുവനെ ഞാൻ അയക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം അവൻ സകല മനുഷ്യരുടെയും ദൈവമാണ്. ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു സഭയുടെ ദൈവമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ദൈവമല്ല. എന്നാൽ പറയുകയാണ്, അവൻ സർവ്വ ലോകത്തിന്റെയും രക്ഷിതാവാണ്, അവൻ ലോകരക്ഷിതാവാണ്. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സുവിശേഷമൊക്കെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഹിന്ദുക്കളായ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. ഇനി മുസ്ലിങ്ങൾക്ക് അവർക്കുമുണ്ട് ദൈവങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ദൈവങ്ങൾ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുകയാണ് എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 1991 ഈ സന്ദേശം എന്റെ കാതുകളിൽ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ കുത്തക ദൈവമല്ല. യേശുക്രിസ്തു സർവ്വ ലോകത്തിന്റെയും ദൈവമാണ്. ലോക മാനവരാശിയുടെ ദൈവമാണ്. മനുഷ്യരുടെ മുഴുവൻ ദൈവമായി യേശുക്രിസ്തുവിനെ വേദപുസ്തകം ചിത്രീകരിക്കുന്നു. ഇത് വിശ്വസിക്കാനായിട്ട് എനിക്കിടയായിട്ട് തോന്നും. ഞാൻ പറയട്ടെ, ഇത് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ നിന്നുകൊണ്ട് ഈ സന്ദേശം ഞാൻ പ്രസംഗിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ദൈവമാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ മാത്രം ദൈവമല്ല, യേശുക്രിസ്തു സകലരുടെയും ദൈവമാണ് എന്നുള്ളത് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. എന്നാൽ ഓർക്കണം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ എന്താ പറയുന്നത്? ആദ്യം പറയുക, ഞാൻ പാപത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുത്തുന്നത് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. നമുക്കറിയാം, ഈ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ബോധമില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളുവാനായിട്ട് വലിയ പ്രയാസമാണ്, അല്ലേ? ആണോ? ഇതൊരു വലിയ പ്രസംഗമായിട്ടൊന്നും കണക്കാക്കണ്ട. നമ്മളൊരു ഹോളിൽ കുറച്ച് പേരൊക്കെ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകാം. ഞാൻ പറയട്ടെ, ബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന കാര്യവും ബോധമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യവും തമ്മിൽ നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. അതിന് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലേ? ഇപ്പോൾ മദ്യപിച്ച് ബോധം കെട്ട് വരുന്ന ഒരു വ്യക്തി, അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത്? അദ്ദേഹം മദ്യപിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്? നാം നടക്കുന്നത് പോലെയല്ല അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വീതിയുള്ള വഴി വേണം. പിന്നെ ശരിയല്ലേ? അദ്ദേഹത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം ആടിയേ പോകത്തുള്ളൂ, അല്ലേ? ഇനി വീട്ടിൽ വന്നാലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പട്ടി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഒന്നും നോക്കിയാൽ അതിനിട്ട് ഒരു ചവിട്ടം വെച്ച് കൊടുക്കും, അല്ലേ? പിന്നെ എന്താ ചെയ്യുന്നത്? അകത്തേക്ക് കയറിയ കലം തല്ലി പൊട്ടിക്കൽ, അല്ലേ? അടുത്തിരിക്കുന്ന കഞ്ഞിക്കലവും കൂട്ടാക്കലവും ഒക്കെ എന്ത് ചെയ്യും? എടുത്ത് വലിച്ചെറിയാൻ ഒരു മടിയും അദ്ദേഹത്തിനില്ല. അടുത്ത പരിപാടി എന്താ? ഭാര്യയെ പിടിച്ച് കുനിച്ചു നിർത്തി ഇടിക്കാൻ യാതൊരു മടിയുമില്ല. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഇനി ഒന്നുകൂടെ കടത്തി പറയട്ടെ, ചില ആളുകൾ ഒരുപാടൊക്കെ അങ്ങ് കഴിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പച്ച മലയാളത്തിൽ പറഞ്ഞാല് വാള് വയ്ക്കും, അല്ലെ? ഛർദിക്കും. എന്ത് ചെയ്യും? ഈ മനുഷ്യൻ എന്ത് ചെയ്യും? അത് ഛർദിച്ച് അവിടെ അതിൽ കിടക്കാനും അദ്ദേഹത്തിന് മടിയുമില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് അദ്ദേഹത്തിന്റെ ബോധമില്ലായ്മയിൽ അദ്ദേഹം ചെയ്യുന്നതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബോധമുള്ള നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കലം തല്ലി പൊട്ടിക്കാൻ നമ്മെ കൊണ്ട് പറ്റുമോ? അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ലോകം അങ്ങനെ ആയി കഴിഞ്ഞു. കലം തല്ലി പൊട്ടിക്കുന്ന പരിപാടി ഇത് ഇന്ന് അനേക കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ബോധമുള്ള വ്യക്തിയും ബോധമില്ലാത്ത വ്യക്തിയും തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന ഒരു യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ പറയുകയാണ്, മനുഷ്യന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുക. ബോധമില്ലാത്ത മനുഷ്യൻ പാപം കൊണ്ട് കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ പത്രക്കാരൻ വന്നൊരു പത്രം വലിച്ചെറിയും, അല്ലെ? ആ പത്രം വലിച്ചെറിഞ്ഞ് അതെടുത്ത് വായിക്കാനായിട്ട് ഭയമാണെന്ന്. കാരണം എന്താ? അതിൽ കാണുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഹൃദയത്തിന് സന്തോഷം തരുന്ന ഒരു വാർത്തയും അതിലില്ല. എന്താ കാരണം? മനുഷ്യന്റെ പാപത്തെ കുറിച്ചുള്ളതായ ബോധമില്ലായ്മയിൽ അവൻ കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്ന വളരെ ഭീകരമായിരിക്കുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങളില്ലാത്ത ദിവസങ്ങളുണ്ടോ? പീഡനങ്ങളില്ലാത്ത ദിവസങ്ങളുണ്ടോ ഇന്ന് ലോകത്തിൽ? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വാർത്തകളാണ് നാം കാണുന്നത്? മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന അനേക കൊള്ളരുതായ്മകൾ അനുദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. എന്താണ് കാരണം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപത്തെ കുറിച്ചുള്ളതായ മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധമില്ലായ്മയിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഈ ഹോളിൽ ഇരിക്കുന്ന നമ്മോടെല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഈ ഹോൾ വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പാപത്തെ കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരായിട്ട് വേണം പുറത്തേക്ക് പോകുവാൻ. പാപത്തിന്റെ ബോധമില്ലായ്മയിൽ ലോകം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ചെന്നാൽ അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പാപത്തിന്റെ പ്രവേശനം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? എന്താണ് പാപം? പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? എന്നാൽ ഒറ്റവാക്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായിരിക്കുന്ന ദൈവം, സൃഷ്ടിതമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനാ ലംഘനമാണ് പാപം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെയാണ് പാപം എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പറഞ്ഞു, എല്ലാ ഫലങ്ങളും നിനക്ക് പക്ഷേ ആ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നീ തിന്നരുത്. അതായിരുന്നു കൽപ്പന. പക്ഷെ എന്താ സംഭവിച്ചത്? നമുക്കറിയാം. ആ വൃക്ഷഫലം മനുഷ്യൻ പറിച്ച് തിന്ന് കൽപ്പനകൾ ലംഘിച്ച് മനുഷ്യൻ പാപിയായി തീർന്നു. പിന്നീട് ചരിത്രങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചോളൂ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്പം സ്പീഡിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. എന്താ സംഭവിച്ചത്? മനുഷ്യൻ മരിച്ചു. ആത്മാവിൽ അവൻ മരിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. മരിച്ച മനുഷ്യൻ അക്ഷരികമായിട്ട് മരിച്ചില്ല, പക്ഷേ അവൻ മരിച്ചു. പാപത്തിൽ മനുഷ്യൻ മരിച്ചു. അവന്റെ ബോധം പോയി.
പിന്നെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നീടുള്ള അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ, അവിടെ കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ് നമുക്ക് കാണാൻ കഴിയുന്ന. സഹോദര ബന്ധത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് വേദപുസ്തകം മുൻപോട്ട് പോകുന്നത്. ഏതാണ് ആ സഹോദരന്മാർ? കയീനും ഹാബേലും, അല്ലെ? കയീനും ഹാബേലും. എന്താണ് ആ ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ പാപത്തിന്റെ ബോധമില്ലായ്മ അവിടെ പ്രവർത്തിച്ച രംഗം നമുക്ക് കാണാം. രണ്ടുപേരും യാഗമർപ്പിക്കുവാൻ പോയി. യാഗം എങ്ങനെയായിരുന്നു? ആ യാഗമർപ്പിച്ചു. യാഗത്തിൽ ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മറ്റേയാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് കയീനോട്. എന്താ പറഞ്ഞത്? നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ പ്രസാദിക്കുമില്ലായിരുന്നോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ? അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറയുന്നറിയാമോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പക്ഷെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, എന്താ പറ്റിയത്? കയീന് കീഴടക്കാൻ പറ്റിയോ? ആരെ കീഴടക്കി? പാപം കയീനെ കീഴടക്കി. വാതിൽക്കൽ കിടന്ന പാപം അദ്ദേഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ സംഭവിച്ചത്? ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കലുണ്ട്, നീ അതിനെ കീഴടക്കണം, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പാപത്തിന് കയീനെ കീഴടക്കാനായിട്ട് കഴിയും. എന്താ വായിക്കുന്നത്? ഹാബേലിനെ, സഹോദരനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോകുകയാണ്. വയലിലേക്ക് പോയിട്ട് എന്താ ചെയ്തത്? അവിടെ വെച്ച് സഹോദരനോട് അവൻ കയർക്കുന്നു. പിന്നെന്താ സംഭവിച്ചത്? വായിക്കുന്നത് ഹാബേലിനെ അവൻ കൊന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാബേലിനെ അവൻ കൊന്നു. പ്രിയപ്പെട്ടവരെ, നോക്കണം, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ്. പാപത്തിന്റെ ബോധമില്ലായ്മയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഉൽപ്പത്തി പുസ്തകം മുതലേ, പാപത്തിന്റെ പ്രവേശനം മുതൽ നമുക്കിത് കാണാനായിട്ട് കഴിയുന്നു. അവിടെ നാം വായിക്കുന്നു, ദൈവം ചോദിക്കുന്നുണ്ട്, കയീനോട് ചോദിക്കുക, കയീനെ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? എനിക്ക് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത്? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തോട് ചോദ്യം ചോദിക്കത്തക്കവണ്ണം മനുഷ്യന്റെ ബുദ്ധി അത്രത്തോളം ശൂന്യമായി, അവന്റെ ബോധം നഷ്ടമായി. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? ദൈവമാരാണെന്നുള്ള കാര്യം അവന്റെ ബോധത്തിൽ മറഞ്ഞുപോയി. ദൈവത്തെ ദൈവമായി കാണുവാനുള്ള ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു പാപത്തിന്റെ പ്രവേശനത്തോടു കൂടെ. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നാം റോമാലേഖനം വായിക്കുമ്പോൾ, പിന്നീട് ദൈവത്തെ മനുഷ്യൻ കണ്ടതും ദൈവത്തെ കുറിച്ചുള്ളതായ ധാരണകളിലൊക്കെ മാറ്റം വന്നു. എന്താ വായിക്കുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, പിന്നെ എന്താ വായിക്കുന്നത്? നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്നിട്ട് പിന്നെ എന്താ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്തത്? മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി, ഇങ്ങനെ വിവിധ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയാതെ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യൻ. എന്തുകൊണ്ട്? പാപത്തിന്റെ പ്രവേശനത്തോടുകൂടെ ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങി. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാണുന്നതിനെ എല്ലാം ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? പാപത്തിന്റെ കടന്നുവരവ്. പാപത്തിന്റെ ശക്തി അത്രമാത്രമുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഈ പാപം വരുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഗൗരവം നാം ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ലോകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, എത്രയോ അക്രമങ്ങളും എത്രയോ പ്രയാസങ്ങളുമാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിയമത്തിന്റെ കുറവുകൾ കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിയമങ്ങൾ എത്രയോ ഉണ്ട് നമ്മുടെ ലോകത്തിൽ. പോലീസ് സ്റ്റേഷന്റെ കുറവ് കൊണ്ടാണോ? ഇല്ല. മുക്കിലും മൂലയിലും ഒക്കെ പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇനി കോടതികളുടെ കുറവാണോ? ഏതെല്ലാം നിലകളിലാണ്, എത്ര കോടതികളാണ് നമുക്കുള്ളത്? ഇനി എത്ര കമ്മീഷനുകളാണ് നമുക്കുള്ളത്? വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇപ്പോൾ വീണ്ടും പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളത് പറഞ്ഞ് അതിന് വേണ്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട, കമ്മീഷനുകളും കോടതികളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ വർദ്ധിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പരിഹാരം എവിടെയാ? അക്രമങ്ങൾക്ക് വല്ല കുറവുമുണ്ടാകുന്നുണ്ടോ? എത്ര ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം വായിക്കുന്നത്. ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണല്ലോ മാതൃ സ്നേഹം. ഇപ്പോൾ ജെഫ്രി എന്ന് പറഞ്ഞപ്പോൾ അത് പറയുകയും ചെയ്തു, അല്ലേ? അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം, അത് അവർണ്ണനീയമാണ്, അല്ലേ? പക്ഷെ ഇന്നത് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, 10 മാസം നൊന്ത് പ്രസവിച്ച മകൻ ഒരു നിസാര കാരണങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അമ്മമാരെ കൊന്നു തള്ളുന്ന കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടു. മാത്രമല്ല, നാം വായിച്ചാൽ നമുക്കറിയാം. ഇനി അമ്മമാരെ എടുത്ത് നോക്കിക്കേ. 10 മാസം നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് കരിങ്കല്ലിൽ അടിച്ച് കൊല്ലുവാൻ ഒരു മടിയുമില്ലാത്ത മാതൃഹൃദയങ്ങൾ. എന്തുകൊണ്ട്? ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുകയാണ്. സഹോദരനെ കൊല്ലുവാൻ മടിയില്ലാത്ത കാലം, മാതാപിതാക്കന്മാരെ കൊല്ലുവാൻ മടിയില്ലാത്ത കാലം. കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. പാപത്തെ കുറിച്ചുള്ളതായ ബോധം നഷ്ടപ്പെട്ടിട്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാത്തതായ ഭരണകൂടങ്ങളും മനുഷ്യരും. സർക്കാരുകൾ മാറി മാറി വരും കേട്ടോ. എല്ലാവരും വരുമ്പോൾ പറയും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. പക്ഷേ ആര് വന്നിട്ടും ഒരു കാര്യവുമില്ല. ആര് വന്നാലും ഇതൊക്കെ തന്നെ നടക്കും, അല്ലെ? പാപത്തിന്റെ ആ പ്രശ്നത്തിൽ നിന്ന്, പാപത്തിന്റെ പരിണത ഫലങ്ങളിൽ നിന്ന് മനുഷ്യനെ പിന്തിരിക്കുവാൻ ഒരു ഭരണകൂടത്തിനും കഴിയുകയില്ല. ലോകം മുഴുവൻ ഇന്ന് അതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, മനുഷ്യനെ കൊല്ലുവാൻ ഒരു മടിയുമില്ലാതെ ഇന്ന് ലോകം മുമ്പോട്ട് പോകുന്നു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കാലഘട്ടം. എന്താ കാരണം? പാപത്തിന്റെ തേർവാഴ്ച അത്ര ഭയാനകമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകാനായിട്ട് പാടില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം. പാപമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ, സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തണം. പാപമല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തോന്നും. ഒരു വ്യത്യാസവുമില്ല. ആൺപെൺ വ്യത്യാസമില്ല, വിദ്യാഭ്യാസമുള്ളവരൊന്നും ഇല്ലാത്തവരൊന്നും വ്യത്യാസമില്ല. എല്ലാവരും പാപത്തിന് കീഴ്പ്പെട്ടു. പണ്ടൊക്കെ പറയുമായിരുന്നു, ഈ പാപം ഇങ്ങനെ പെരുകുന്നത്, അല്ലെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും പറയാറുണ്ട്, മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അധിവസിക്കുന്ന ഈ സമയത്ത്, നാം വസിക്കുന്ന ഈ ഭൂമിയിൽ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ല. പഠിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ ഒരു കുറവുമില്ല. പഠിച്ച് അവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറവുണ്ടോ? പാപത്തിന്റെ ആ പാപം വരുത്തുന്നതായിരിക്കുന്ന വിനാശകരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ? ഇല്ല. പാപം മനുഷ്യ വിദ്യാഭ്യാസം കൊടുത്തു, പക്ഷെ എന്ത് പറ്റി? എന്താ സംഭവിച്ചു? വിദ്യാഭ്യാസം എന്താ പറ്റിയത്? ഒന്നും സംഭവിച്ചില്ല. മനുഷ്യൻ വിദ്യാവിഹീനനായിരിക്കുന്ന പാപി വിദ്യ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആരായി? വിദ്യാസമ്പന്നനായ പാപിയായി. അത്രയേ ഉള്ളൂ. വിദ്യാവിഹീനനായ പാപി വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിദ്യാസമ്പന്നനായ പാപിയായി. അത്രയേ ഉള്ളൂ. കൊലപാതകങ്ങൾക്കൊക്കെ നല്ല സ്റ്റൈല് കൂടി, അല്ലേ? വളരെ ബുദ്ധിപരമായിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നത്. സൈനൈഡൊക്കെ പണ്ടൊക്കെ കേട്ടുകളി പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയാ. അതിനെക്കുറിച്ച് പഠിച്ചു, അത് മനസ്സിലാക്കി, അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി വളരെ വിദഗ്ധമായി. എന്തെല്ലാം നിലകളില്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എത്ര വിദ്യാഭ്യാസം ലഭിച്ചാലും, മനുഷ്യന് ഏതെല്ലാം തലങ്ങളിൽ അവൻ ഉന്നതിയിലേക്ക് വന്നാലും, ഞാൻ ഇങ്ങനെ പറയട്ടെ, മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പാപം എന്ന 2 അക്ഷരത്തിന് വ്യതിയാനം വന്നില്ലെങ്കിൽ, മാറ്റം വന്നില്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാ, എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും ഈ ലോകം നന്നാകുകയില്ല. കർത്താവ് പറയുകയാ, അവൻ വരും. അവൻ വന്നെന്ത് ചെയ്യും? പാപത്തെ കുറിച്ച് നിങ്ങളെ ബോധം വരുത്തും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പാപത്തെ കുറിച്ച് ബോധമുള്ളവരായിട്ട് ഇരിക്കാനായിട്ടിടയായിട്ട് തരണം. ഇനി അതിന്റെ ഒരു വിശദീകരണം ഈ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാനായിട്ട് കഴിയും. എന്താണ് അവിടെ വായിച്ചത് നിങ്ങൾക്കറിയാമോ? അതിന്റെ 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പാപം എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെ കുറിച്ചു. അപ്പൊ എന്താ പാപം? നുണ പറയുന്നതാണോ? മദ്യപിക്കുന്നതാണോ? വ്യഭിചാരം ചെയ്യുന്നതാണോ? അതെല്ലാം പാപമാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. അപ്പോൾ എന്താ ബോധം വരുത്തുന്നത്? പരിശുദ്ധാത്മാവ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു രക്ഷണ്യ വേല, അല്ലെങ്കിൽ രക്ഷണ്യ പദ്ധതി, ദൈവം ഒരുക്കിയ രക്ഷ. ആ രക്ഷ ദൈവം 2025 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഒരുക്കി വെച്ചു, അല്ലേ? ഇനി എന്താണെന്ന് അറിയാമോ? മനുഷ്യൻ ചെയ്യുന്ന പാപം, ദൈവം പരിഗണിക്കുന്ന പാപം എന്താണെന്ന് അറിയാമോ? കൊലപാതകമല്ല,
വ്യഭിചാരമല്ല. പിന്നെ എന്താണ് ദൈവം പരിഗണിക്കുന്ന പാപം? ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ, ഒരു മനുഷ്യൻ മരണത്തിന് വിധേയപ്പെട്ട് അവൻ രണ്ടാം മരണമായി നരകത്തിലേക്ക് പോയാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരൊറ്റ കാരണമായിരുന്നു. എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ രക്ഷാമാർഗത്തിൽ തന്റെ പുത്രനെ ഉപയോഗിച്ച് യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയ ഈ രക്ഷണ്യ പദ്ധതിയെ അംഗീകരിച്ച് വിശ്വസിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ പറയുക, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളാരും നരകത്തിൽ പോകത്തില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ വിശ്വാസമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരൊക്കെ അത് കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയും? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൈവക്കും, ഒരു കൈയും പൊങ്ങാതിരിക്കുകയില്ല. ഇനി ലോകത്തോട് ചോദിച്ചു നോക്ക്, ഇത് തന്നെയാ. യേശുക്രിസ്തുവിനെ എല്ലാവർക്കും വിശ്വാസമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉദ്ദേശിക്കുന്ന വിശ്വാസം എന്താ വിശ്വസിക്കുന്നത്? യേശുവിന് എല്ലാവർക്കും വിശ്വാസമാണ്. 25 വരാൻ പോവുക, ഡിസംബർ അല്ലേ? എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ കൊണ്ട്, ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വീടുകളും കടകളും റോഡുകളും ഒക്കെ നമുക്ക് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? യേശുക്രിസ്തു ജനനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മദ്യശാലകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ട്രക്കുകൾ, ട്രെയിലറുകൾ ഇങ്ങനെ അവരുടെ ഗോഡൌണിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ശേഖരിക്കുകയാണ്. 25-ാം തീയതി ആ ആഘോഷ ദിവസം, യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ദിവസം എന്ത് ചെയ്യണം? ട്രെയിലർ കണക്ക് വന്ന് കിടക്കുകയാണ് ഗോഡൌണിൽ മദ്യക്കുപ്പികൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. 26-ാം തീയതി പത്രം അല്ല, 26-ാം തീയതി പ്രഭാതം പത്രം എടുത്ത് വായിക്കുമ്പോൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണാം. എന്താണ്? കേരളം ഇത്ര കോടി കുടിച്ചു തീർത്തു. അതായിരിക്കും അന്നത്തെ പത്രത്തിന്റെ എല്ലാം മെയിൻ ഹെഡിങ്. നിങ്ങൾ സംശയപ്പെടുന്നു നോക്കിക്കോളൂ. 26-ാം തീയതി പത്രം, ഡിസംബർ 26-ാം തീയതി പത്രത്തിന്റെ ആദ്യ ഹെഡിങ് എല്ലാ പത്രങ്ങളുടെ തലക്കെട്ട് എന്ന് പറയുന്നത് അവർ കുടിച്ചു തീർത്ത, കേരളം കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കായിരിക്കും. എവിടെയാ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം? അവരോട് ചോദിച്ചു നോക്ക്, യേശുക്രിസ്തുവിന് വിശ്വാസമാണോ? മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന അവരോട് ചോദിച്ചു നോക്ക്, നിനക്ക് യേശുക്രിസ്തുവിന് വിശ്വാസമാണോ? അവൻ പറയും, എനിക്ക് വിശ്വാസം. എന്ത് വിശ്വാസമാണ്? ഈ വിശ്വാസം എന്നെ രക്ഷിക്കുമോ? പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്താണ് നീ വിശ്വസിക്കേണ്ടത്? ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താ നീ വിശ്വസിക്കേണ്ടത്? കാൽവരിയുടെ മലമുകളിൽ 3 കുരിശുകൾ കാണാം അല്ലേ? 3 കുരിശുകൾ കാണാം കാൽവരിയുടെ മലമുകളിൽ. ഏതൊക്കെയാ? 2 കള്ളന്മാരുടെ കുരിശും നടുവിൽ നമ്മുടെ കർത്താവിന്റെ കുരിശും. ഒരു കുരിശിൽ കിടക്കുന്ന കള്ളൻ മാനസാന്തരപ്പെട്ട കള്ളനാണ്. ഒരു കുരിശിൽ കിടക്കുന്ന കള്ളൻ ആരാണ്? മാനസാന്തരപ്പെടാത്ത കള്ളനാണ്. നമ്മുടെ കർത്താവിന്റെ കുരിശ്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ആ മലമുകളിൽ തൂക്കപ്പെട്ടതായിരിക്കുന്ന, ഉയർത്തപ്പെട്ടതായ ആ കുരിശിൽ അവിടെ നിന്നതായിരിക്കുന്ന ആളുകൾ കണ്ടത് 3 വ്യക്തിത്വങ്ങളെയാണ്. 2 കള്ളന്മാരെയും നമ്മുടെ കർത്താവിനെയും. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായിട്ടൊരു സത്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. അവിടെ കാണാതിരുന്ന ചില കള്ളന്മാരുണ്ടായിരുന്നു. നടുവിൽ കിടന്ന ക്രൂശിൽ കർത്താവിൽ ഒളിഞ്ഞിരുന്ന ചില കള്ളന്മാരുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? ഈ ഞാനും നിങ്ങളും. പ്രിയപ്പെട്ട, അതിന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ ആ മരണത്തിനൊരു ഒറ്റ ഉത്തരമുള്ളൂ. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ ആ ക്രൂശിൽ ഷിജു ഉണ്ടായിരുന്നു. ആ ക്രൂശിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. അവരെ ലോകം കണ്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ക്രൂശിൽ ഈ ലോക മാനവരാശി മുഴുവനും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചുമന്ന് കൊണ്ടുപോകേണ്ടത് കർത്താവിന്റെ മലകുരിശല്ല. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, നീ എനിക്ക് വേണ്ടി 2025 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ പിടഞ്ഞ് മരിച്ചപ്പോൾ ആ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടിയും കൂടി ആയിരുന്നല്ലോ നീ മരിച്ചത്. ഇത് സമ്മതിക്കുന്ന ഒരു പാപിക്ക് പാപമോചനം ലഭിക്കുവാനായിട്ടിടയാണ്. നീ ചുമക്കേണ്ടത് കുരിശല്ല. ഞങ്ങളുടെ അടുത്ത് ഒരു വലിയ പള്ളിയുണ്ട്, മലയാറ്റൂർ പള്ളി എന്ന് പറയും. അവിടെ ഒരു സീസൺ ആകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ റോഡിൻ്റെ മുൻവശത്തോടെ ഇങ്ങനെ കാൽനടയായിട്ട് ആളുകൾക്ക് പോകാറുണ്ട്. ആ പള്ളിയിലേക്ക് കാൽനടയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ചില സമയത്ത് കാണാം വലിയ
മരം കൊണ്ട് കുരിശുണ്ടാക്കി എടുത്താൽ പൊങ്ങാത്ത മരക്കുരിശ് തോളിൽ വെച്ച് ഏന്തി വലിഞ്ഞ് ആ മലയാറ്റൂർ മലയിലേക്ക് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഓർത്തു, മനുഷ്യന്റെ ബോധമില്ലായ്മയിൽ, പാപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എത്രയോ ഭയാനകമാണ്. എത്രയോ ശരിയായിരിക്കുന്നതായ അർത്ഥങ്ങൾ തിരിച്ചറിയാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ്? ഞാനിനി കുരിശ് ചുമക്കണ്ട, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആ കുരിശ് ചുമന്ന് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചെന്ന് കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ, ഈ കുരിശിൽ എന്നെയും നീ ചേർത്തല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ നീ മരിച്ചത്, ഞാനത് അംഗീകരിക്കുന്നു, എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് ആര് പറയുന്നുവോ അവരെ ചെയ്യും ദൈവം പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. നിങ്ങൾക്ക് പാപക്ഷമ ലഭിക്കും. സ്വർഗം നിങ്ങൾക്ക് സ്വന്തമാകും. 2, നമ്മൾ വായിക്കുന്നത് നീതിയെ കുറിച്ച് ബോധം വരുത്തുക എന്നുള്ളതാണ്. എന്താണ് നീതി? എന്താണ് നീതി? ഈ നീതി ഏത് നീതിയാണ്? ദൈവിക നീതിയാണ്. നമുക്കറിയാം, നാം കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം സമയത്തിന്റെ കുറവുകൊണ്ട് വായിക്കണ്ട. നാം വായിക്കുന്നത് എങ്ങനെയാണ്? പാപമറിയാത്തവനെ, ആ വാക്യം എങ്ങനെയാ? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപം ആക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പാപമാക്കുകയാണ്. പാപം അറിയാത്ത ദൈവം, പാപം ചെയ്യാത്ത ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ഒരു പാപിയെ പോലെ ക്രൂശിൽ തൂങ്ങപ്പെട്ടെങ്കിൽ മരണം ആവശ്യമില്ലാത്ത ക്രിസ്തു എന്തിനു മരിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാനാണ്, നീയാണ്, ഈ ഹോളിലിരിക്കുന്ന ഓരോരുത്തരുമാണ്. ഇത് സമ്മതിക്കാനായിട്ടിടയാണ് തീരണം. ദൈവം വരുത്തിയ നീതി. എന്തിനാ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം ആ ക്രൂശിൽ മരിക്കാനിടയാക്കിയത്? എന്തിനാ മരിക്കാനിടയാക്കിയത്? അറിയാമോ ആ ചോദ്യത്തിന് ഉത്തരം? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിക്കുകയും. ഇത് മനസ്സിലാക്കാനാണ് ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഒരു വളരെ സാധുവായിരിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് ഒരു തളർവാദം പിടിച്ച് വീട്ടിൽ വിശ്രമിക്കുകയാണ്. ജോലിക്കൊന്നും പോകാനായിട്ട് കഴിയുകയില്ല. മക്കളുണ്ട്. അപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് വിറ്റിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ വിറക് വെട്ടിക്കൊണ്ടുവന്ന് വരും. കിട്ടുന്ന തുച്ഛമായിരിക്കുന്ന പണം കൊണ്ട് അവർ ഉപജീവന മാർഗമൊക്കെ കഴിച്ചിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ സ്ത്രീയെ പിടിക്കപ്പെടാനായിട്ടിടയായിട്ട് തോന്നി. ഫോറസ്റ്റുകാർ അവളെ പിടിച്ചു. കേസായി. കേസ് കോടതിയിലെത്തി. കേസ് കോടതിയിലെത്തി കഴിഞ്ഞപ്പോൾ വിധി വന്നു. അവളോട് പറഞ്ഞു, 100 രൂപ നീ പിഴയടയ്ക്കണം. അന്നത്തെ കാലത്ത് ഈ വിറകിന്റെ വിലയൊക്കെ വെച്ച് നോക്കിയാൽ 100 രൂപ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ 100 രൂപ പിഴയടയ്ക്കണം. അനേകം വിറക് കെട്ടുകളുടെ കൂലിയാണ് 100 രൂപ എന്ന് പറയുന്നത്. ആ സ്ത്രീയെ ആ കൂട്ടിൽ നിന്നുകൊണ്ട് ആ സ്ത്രീയെ കരയാനായിട്ട് തുടങ്ങി. ആ സ്ത്രീ കരയാനായിട്ട് തുടങ്ങി. അവൾ പറഞ്ഞു, എനിക്ക് ഈ പണം അടയ്ക്കുവാനായിട്ട് ഒരു നിവൃത്തിയുമില്ല, ഒരു നിവൃത്തിയുമില്ല. ശിക്ഷയ്ക്ക് വിധിച്ച ആ ശിക്ഷ അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. എൻ്റെ വീടിന്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? ആ ജഡ്ജി ചെയ്തത് തൻ്റെ ഉപസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ റൂമിൽ ചെല്ലണം. അവിടെ ഞാനൊരു കോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ആ കോട്ടിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപ കിടപ്പുണ്ട്. ആ 100 രൂപ എടുത്തുകൊണ്ട് വന്ന് ഈ സ്ത്രീയുടെ പേരിൽ അടയ്ക്കാനായിട്ട് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഇതാണ് സ്വർഗത്തിലെ ദൈവം ചെയ്തത്. മനുഷ്യവർഗത്തിന്റെ മേൽ വരുന്ന പാപത്തെ ശിക്ഷിക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവത്തിന്റെ നീതി അതിന് സമ്മതിക്കുകയില്ല. പാപത്തെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. പാപം ചെയ്ത മനുഷ്യനെ ഒക്കെ നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. പാപത്തെ ശിക്ഷിക്കുക തന്നെ വേണം ദൈവത്തിന്. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് ചുംബിച്ച ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാമോ ഏതാ സ്ഥലമെന്ന്? ദൈവത്തിന്റെ നീതിയും
ദൈവത്തിന്റെ സ്നേഹവും ഒരുമിച്ച് ചുംബിച്ച വാരി പുണർന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരിയുടെ മലമുകളാണ്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം പാപിയായ എനിക്ക് വേണ്ടി ശിക്ഷ വിധിച്ചപ്പോൾ ആ ശിക്ഷ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തുകയാണ്. ശിക്ഷ വിധിച്ചത് ദൈവം, ശിക്ഷ അനുഭവിച്ചത് ദൈവം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞത്, ശിക്ഷ വിധിച്ചത് ദൈവമാണ്, ശിക്ഷ അനുഭവിച്ചതും ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം മുമ്പാകെ ചെല്ലണം. എന്നിട്ട് പറയണം, എനിക്ക് വേണ്ടി നീ മരിച്ചു, നീ അടക്കപ്പെട്ടു, നീ ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി നീ ജീവിക്കുന്നു. കർത്താവേ, നിന്നോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിട്ടിരിക്കും. ഈ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് വേണ്ടി പിഴയടച്ചതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റി ആ ജഡ്ജിയോട് നന്ദി പറഞ്ഞ് എന്ത് ചെയ്യണം? അവളുടെ ജീവിതകാലം അവൾ മുമ്പോട്ട് പോകണം. അതല്ലേ വേണ്ടത്? ഇതാണ് ദൈവം ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയ നമ്മെ ദൈവം ശിക്ഷ വിധിച്ചു, നിത്യമായ നരകം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, ദൈവത്തിന്റെ പ്രമാണമത. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചത് മുഖാന്തരം ആ പാപത്തിന്റെ ശിക്ഷ ദൈവം അനുഭവിക്കുവാനായിട്ട് തന്നെ തീരുമാനിക്കുക. ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനെ എനിക്ക് വേണ്ടി അവൻ നൽകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. സമയം തീർന്നതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് ചുംബിച്ച കാൽവരിയുടെ മലമുകളിലേക്ക് ചെന്നിട്ട് നിന്റെ റെസീപ്റ്റ് നീ കൈപ്പറ്റണം. കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് വേണ്ടി നീ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ. ഞാൻ പാപത്തിന്റെ ബോധമില്ലായ്മയിലായിരുന്നു ഇതുവരെയും. നിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ബോധം, ഇന്ന് രാത്രിയിൽ എന്നെ കേൾപ്പിച്ച ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ, എനിക്ക് നൽകിയ ബോധത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. വേദപുസ്തകം പറയുന്നു, സകല മനുഷ്യരും ദൈവസന്നിധിയിൽ പാപിയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ പാപിയായിരിക്കെ ലോകമാനവരാശിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അവൻ മരിച്ചു. എന്താ നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു എന്നാ വായിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ സ്നേഹിച്ചു എന്നല്ല, ഏതെങ്കിലും സഭയെ സ്നേഹിച്ചു എന്നല്ല, ലോകത്തെ സ്നേഹിച്ചു. അതിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കർത്താവിന്റെ ഇടയിലേക്ക് വരുവാനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ടവർ, അനേകര് ഈ ബോധമില്ലായ്മയിൽ കർത്താവിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, സേവിച്ചുകൊണ്ടിരിക്കുക, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകർക്ക് യേശു ക്രിസ്തുവിനെ അറിയാം. എങ്ങനെ അറിയുന്നത്? അത്ഭുതം ചെയ്യുന്ന യേശു, സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റുന്ന യേശു, അല്ലെ? മക്കളുടെ ഭാവി അനുഗ്രഹിക്കുന്ന യേശു, കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറ്റുന്ന യേശു. ഈ യേശുവിനെ എല്ലാവർക്കും അറിയാം. ഈ അറിവല്ല നിനക്ക് വേണ്ടത്. നീ ബോധവാനാകണം. നിന്നുള്ള പാപത്തിന്റെ കറകൾ കഴുകിക്കളയുവാൻ നീ ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീരണം. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുന്നവർക്ക് അവൻ പാപക്ഷമ നൽകും, പാപമോചനം നൽകും. ആ ബോധത്തിൽ നിനക്ക് ജീവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, എവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടെ നമുക്കുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നാം വായിക്കുന്നത് ന്യായവിധിയെ കുറിച്ച് എന്ത് ചെയ്യും? ബോധം വരുത്തും. ഏതാ ഈ ന്യായവിധി? എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം പറഞ്ഞു മാത്രം ഞാൻ വിടുകയില്ല. നാം വായിക്കുന്ന എങ്ങനെയാണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നിയമനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന നിങ്ങൾ ആരെങ്കിലും പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ വീണ്ടും പാപത്തെ പാലുപോലെ കുടിച്ച് പാപത്തിൽ ആശ്രയിച്ച് പാപത്തെ ഇഷ്ടപ്പെട്ട് പാപത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നീതി ചെയ്തു. ദൈവത്തിന്റെ നീതിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം ഒരുക്കി. എന്നാൽ ഇനിയും അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ അടുത്തതിരിക്കുന്നത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ന്യായവിധിയ. അത് ദൈവത്തിന്റെ നിയമനമാണ്. മാറ്റാൻ കഴിയുകയില്ല. ഈ വിധിയെ മാറ്റാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ദൈവം മനുഷ്യർക്കായി വിധിച്ചിരിക്കുന്ന ന്യായമായ വിധിയാണ് ഇത്. ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ ന്യായവിധിയിൽ അകപ്പെടാതെ നിത്യമായ നരകത്തിലേക്ക് വിടപ്പെടാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് വളരെ ഏറെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ബോധമില്ലായ്മയിൽ ലോകം നിറഞ്ഞാടുമ്പോൾ
ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരുത്തി തന്ന ഈ വൽക്കരണ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ പാപം, നിങ്ങളിലുള്ള പാപം, അതിന്റെ ഭയാനകത നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞോ? ഒരു നിമിഷം ശാന്തമായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാനിങ്ങനെ പറയട്ടെ, ജീവിതത്തിൽ പാപമാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. അതിനെ നിങ്ങൾക്ക് കണ്ടെത്തി അതിനെ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. നിങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ കഴിയുന്ന ഒരേ ഒരു ഔഷധം, ഒരേ ഒരു മരുന്ന് അതാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. നാം വായിക്കുന്നതിനെയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം പ്രിയപ്പെട്ടവരെ. വേദന വരുമ്പോൾ പെയിൻ കില്ലറുകൾ കഴിച്ചത് ആ വേദന അകറ്റും, അല്ലെ? അതിന്റെ ഡോസ് കഴിയുമ്പോൾ പിന്നെ എന്താണ്? വീണ്ടും വേദന. നിന്റെ രോഗത്തിന്റെ അണുക്കൾ നീ കണ്ടെത്തണം. എന്താണ് നിന്റെ പ്രശ്നം? നിന്റെ വേദനയ്ക്ക് കാരണമായ രോഗാണുവിനെ കണ്ടെത്തി അതിനെ ചികിത്സിക്കണം. നല്ലൊരു ഡോക്ടറിന്റെ അടുക്കൽ പോകണം. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? വേദന വരുമ്പോൾ ഓടും. എങ്ങോട്ടാ? മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്ന് ഒരു പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും, ഒരല്പം ആശ്വാസം കിട്ടും. നാം വിചാരിക്കും മാറി, എല്ലാം മാറി. ഇതല്ല ഇന്ന് മതങ്ങൾ ചെയ്യുന്നത്. മതങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പോവൂ, ഇവിടെ പോവൂ, തീർത്ഥാടനങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ശരീരം അത് ത്യാഗങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞ് നമ്മെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാമോ? ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ആശ്വാസം. അപ്പോഴും നിങ്ങൾ ഓർക്കണം, പാപമെന്ന മാരകമായിരിക്കുന്ന കുഷ്ഠരോഗത്തിന്റെ രോഗാണു നിങ്ങളിലുണ്ട്. ഇത് മാറുവാൻ ഈ പെയിൻ കില്ലറിന് കഴിയുകയില്ല. മതങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് കഴിയുകയില്ല. ആർക്ക് കഴിയും? എവിടെയാണ് മരുന്ന്? ആരാണ് വൈദ്യൻ? ആരാണ് ഡോക്ടർ? ഒരേ ഒരു വൈദ്യൻ. ആരാണ് ആ വൈദ്യൻ? കർത്താവ് പറഞ്ഞു, നാം കേട്ടു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞറിയാമോ? എന്നാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുന്നല്ലോ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആശ്വാസമില്ലാതെ പാപത്തിന്റെ ആ വലയിൽ പിടിക്കപ്പെട്ട് ജീവിതത്തിൽ നിരാശരായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വൈദ്യൻ, ഒരേ ഒരു ഔഷധം, നമ്മുടെ കർത്താവും അവന്റെ രക്തവും. ആ പുരുഷന്റെ ചുവട്ടിൽ ചെന്ന് കർത്താവിനോട് പറയണം, കർത്താവെ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു. എനിക്കിന്ന് എന്നെ കേൾപ്പിച്ച ആ വചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ബോധത്തിൽ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നു. എന്നെ അവിടെ രക്ഷിക്കണമേ, നിന്റെ ഒരു പൈതലാക്കി തീർക്കണമേ, നിന്റെ മകനായി ജീവിപ്പാൻ എന്നെ അനുവദിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുവോ അവരെ രക്ഷിക്കുവാൻ കർത്താവ് ഇന്ന് പ്രാപ്തനാണ്. ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കും.